നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അമ്മ എത്ര നേരിട്ട് വിളിക്കുക? അമ്മ അറിഞ്ഞോ? ഇത് കണ്ടില്ലേ? ഇത് ചാലാരാണല്ലോ. അല്ല, ഇനി സാറിന് എന്തെങ്കിലും കുഴപ്പമിച്ചോ? ഇത് തന്നെയല്ലേ വീട്? ആ, ഇത് തന്നെയാ. വാ. എന്താ കാര്യം? ആ നിൽക്കുന്നത് ആള്. ഒന്ന് മാറിക്കോ. ശാലിനി മാം ഈ വിജയം പ്രതീക്ഷിച്ചിരുന്നോ? അത് ഞാൻ സിവിൽ സർവീസ് പരീക്ഷയിൽ 2ാം റാങ്ക് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നോ? അത് ഞാൻ 1ാം റാങ്ക് മിസ്സാവാൻ കാരണം എന്താണ്? മാം എന്തെങ്കിലും ഒന്ന് പറയൂ. ഞാൻ എക്സാം പാസ്സാവുന്ന മാത്രമേ കരുതിയുള്ളൂ. പക്ഷെ 2ാം റാങ്കൊന്നും പ്രതീക്ഷിതല്ല. മാം IAS തന്നെയല്ലേ തെരഞ്ഞെടുക്കുന്നത്? തീർച്ചയായിട്ടും. മാം ഈ വിജയത്തിന് പിന്നിലെ രഹസ്യം ഒന്ന് പറയാമോ? അമ്മയാണല്ലേ? അത് അതെ, അമ്മ തന്നെയാ. കളക്ടർ ആകണമെന്നുള്ള മോഹം ചെറുപ്പത്തിലേ ഇട്ടു തന്നത് അമ്മയാ. അമ്മേ, എന്താണ് പേര്? ശാരദ. എന്ത് ചെയ്യുന്നു? അമ്മ ഒരു ഹോട്ടൽ നടത്തുക. കുടുംബശ്രീ എന്ന പേര്. ഓ, ചായക്കട നടത്തുവാണല്ലേ? ചായക്കടാന്ന് പറഞ്ഞ് ചെറുതാക്കൊന്നും വേണ്ട. അമ്മയാ ഞങ്ങള് മക്കളെയൊക്കെ സ്വപ്നം കാണാൻ പഠിപ്പിച്ചത്. അമ്മയുടെ വിഷമങ്ങളിൽ നിന്ന് ഞങ്ങക്ക് ജയിച്ചു കയറാൻ വാശിയുണ്ടായത്. ഹാർഡ് വർക്ക് കൊണ്ട് എന്തും നേടാമെന്ന് അമ്മ പഠിപ്പിച്ചു. അതുകൊണ്ടാ ഇപ്പൊ ഈ വിജയമൊക്കെ എനിക്ക് നേടാനായത്. നിങ്ങൾ എത്ര പേരാണ് മക്കൾ? ഞങ്ങള് 3 പേരാ. ഞാൻ അനിയത്തിയാ, ശ്യാമ. എന്താണ് ജീവിത ലക്ഷ്യം? കളക്ടറായി കഴിഞ്ഞ് എന്ത് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്? ഗാന്ധിജി പറഞ്ഞിട്ടുണ്ട്, സങ്കടപ്പെടുന്ന ഒരു മനുഷ്യന്റെ മുഖത്ത് ഒരു പുഞ്ചിരി വിരിയിക്കാൻ കഴിയുന്നതാണ് ഒരു അധികാരിയുടെ വിജയമെന്ന്. അങ്ങനെ ഒരുപാട് മുഖങ്ങളിൽ വിരിയുന്ന പുഞ്ചിരിയാണ് എന്റെ ജീവിത ലക്ഷ്യം. എക്സലന്റ്. അമ്മ തന്നെയാണ് റോൾ മോഡൽ. തീർച്ചയായും. അഖിലേന്ത്യാ തലത്തിൽ നടന്ന പരീക്ഷയിൽ നമ്മുടെ നാട്ടിൽ നിന്നൊരു പെൺകുട്ടി 2ാം റാങ്ക് നേടുക എന്ന് വെച്ചാൽ അത് വലിയൊരു വിജയമായി കാണേണ്ടതാണ്. ഇത് ഈ നാട്ടിലെ പെൺകുട്ടികളുടെ വിജയമല്ലേ? ആ, അങ്ങനെയും പറയാം. സ്ത്രീകൾ കുടുംബത്തിലും സമൂഹത്തിലും അടിച്ചമർത്തപ്പെടുന്നതായി തോന്നുന്നുണ്ടോ? എല്ലാവരുടെയും കാര്യം അങ്ങനെ അല്ലെങ്കിലും ചിലയിടങ്ങളിലെങ്കിലും അങ്ങനെ ദുഃഖകരമായ കാഴ്ചകളുണ്ട്. ചെറിയ പ്രായത്തിൽ IAS പോലുള്ള അഭിമാന നേട്ടം. ഇനിയൊരു മാരേജിനെ പറ്റി ചിന്തിച്ചൂടെ? അയ്യോ, ഞാൻ മാരീഡാ. അയ്യോ സോറി. ഈ നിൽക്കുന്നതാ എന്റെ ഹസ്ബൻഡ് വിഷ്ണു. ഹസ്ബൻഡ് എന്ത് ചെയ്യുന്നു? ഒരു റിസോർട്ട് നടത്തുന്നു. ഹസ്ബൻഡിന്റെ ബൈറ്റ് എടുക്കണ്ടേ? ഓ, അതൊന്നും വേണ്ട. താങ്ക് യു മാഡം, സഹകരണത്തിന് നന്ദി. ശരി. അല്ല, ചായ കുടിച്ചിട്ട് അവര് പോയി. സത്യഭാമ വളർന്നപ്പോ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് ഓഫർ ഉണ്ടായിരുന്നു. കൗൺസിലർ ആക്കാം, MLA ആക്കാം,
മന്ത്രിയാക്കാമെന്നൊക്കെ. അതൊക്കെ ആവുകയും ചെയ്യാമായിരുന്നു. അങ്ങനെയായിരുന്നെങ്കിൽ ദുഃഖിക്കുന്ന ഒരുപാട് മുഖങ്ങളിൽ പുഞ്ചിരി തെളിയിക്കാമായിരുന്നു എനിക്ക്. പക്ഷേ എനിക്കെന്റെ കുടുംബത്തിനുള്ളിലെ മുഖങ്ങളിൽ തെളിയുന്ന പുഞ്ചിരി കാണാൻ സാധിക്കുമായിരുന്നില്ല. കുടുംബമായിരുന്നു എനിക്ക് പ്രധാനം. അതുപോലെ എനിക്കൊരു മകള് പിറന്നപ്പോഴും ഇവളോട് ഞാൻ പറഞ്ഞു കൊടുത്തത് നല്ലൊരു കുടുംബിനെ ആയിരിക്കാനാ. അതുകൊണ്ട് അവളുടെ ഭർത്താവ് ഇന്ന് അറിയപ്പെടുന്ന ഒരു അഡ്വക്കേറ്റാ. എന്തിയാണോന്നാ പറയുന്നത്? നീ നിന്റെ ഇഷ്ടം പോലെ ചെയ്തോ, ഞാനതിൽ ഇടപെടുന്നില്ല. അത് ശരിയാവില്ല. സത്യമ്മ പറ. ഞാൻ പറഞ്ഞില്ലേ, നിന്റെ ഇഷ്ടം പോലെ നീ ചെയ്തോ. സത്യമ്മേ, സത്യമ്മയുടെ ഇഷ്ടം തന്നെ എന്റെ ഇഷ്ടം. സത്യമ്മ പറ. എങ്കിൽ നിന്റെ കളക്ടർ ആവാനുള്ള മോഹം ഉപേക്ഷിക്കാമെന്ന് നീ സത്യം ചെയ്യും. അമ്മ നിന്റെ അടുത്ത് നീ സത്യം ചെയ്തതാ. ആമേ വീട്ടിലൊരു കളക്ടർ ഉണ്ടാവുന്നത് അത് ഒരന്തസ് അഭിമാനമൊക്കെയാ. ശാരദാമ്മയുടെ മക്കളുടെയും എത്ര വർഷത്തെ സ്വപ്നം അത്. സത്യം ചെയ്തതാ. നീ ഇവിടെ സർക്കാർ വണ്ടിയിൽ ബോർഡൊക്കെ വെച്ച് വന്നിറങ്ങുന്നതേ ഈ നാട്ടിലെ മൊത്ത സ്ത്രീകൾക്കും വേണ്ടിയുള്ള ഒരു പകവീട്ടിലും കൂടിയാ. പെണ്ണുങ്ങളെ പുച്ഛിച്ച് ചിലരോടുള്ള പകവീട്ടിൽ തന്നെ. തോളോട് തോള് ചേർന്ന് ഒരാള് കൂടെ ഉണ്ടാവും അവർക്ക് കാണാൻ. എന്റെ പൊന്ന് ശാരദാമ്മ തന്നെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.